ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. നമ്മുടെ ഇഷ്ടവിശേഷങ്ങളായ ഗൗരി ശങ്കരത്തിൻ്റെ ഒരു അടിപൊളി വിശേഷമായിട്ട് വന്നിരിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് വിശേഷത്തിലേക്ക് പോകാം. അപ്പോൾ തുടങ്ങുമ്പോൾ തന്നെ കാണുന്നത് നമ്മുടെ ധ്രുവനെയാണ്. അപ്പോൾ ധ്രുവൻ്റെ അടുത്തേക്ക് നേരെ നമ്മുടെ ആദർശ് എത്തുകയാണ്. അപ്പോൾ ആദർശത്തിൽ ഇപ്പോൾ ഇവനൊരു ചിരിയൊക്കെ ചിരിച്ചിങ്ങനെ പ്രതീക്ഷിച്ച് നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇനിയും എൻ്റെ കയ്യിൽ തന്നെയാണ് കളിക്കളം, എല്ലാം ഞാൻ വിചാരിക്കുന്ന പോലെ നടക്കും എന്നൊക്കെ സ്വപ്നം കണ്ട് ഭയങ്കര ഹാപ്പി ആയിട്ട് നിൽക്കുകയാണ് ധ്രുവൻ. ആഹാ, ആദർശ് എൻ്റെ ബ്രോ ഭയങ്കര സെറ്റായിട്ടാണല്ലോ വന്നത്. കല്യാണം ഉറപ്പിക്കാനായിട്ടാണോ? അതെ, കട്ടക്കലിപ്പിലാണെന്ന് അറിയാം കേട്ടോ. ചില കാര്യങ്ങൾ കൂടി ബ്രോ മനസ്സിലാക്കുന്നത് നന്നായിരിക്കും കേട്ടോ. പിന്നെ എന്താ പറയുക, ബ്രോയുടെ പെങ്ങളിപ്പോൾ ഗൗരി ശങ്കർഭായിയുടെ കൂടെ ഇപ്പോൾ സന്തോഷവും സുഖമായിട്ട് ജീവിക്കുമല്ലേ? അതെ, എപ്പം ഈ സന്തോഷം എന്ന് വരെ ഉണ്ടാവുമെന്ന് ആലോചിച്ചിട്ടുണ്ടോ? ഞാൻ ഒരു കുഞ്ഞു ബോംബ് പൊട്ടിക്കുന്ന താമസം കംപ്ലീറ്റ് ഠമാർ പടാർ എന്നായി പോട്ടോ. ആദർശ് ബ്രോ, ഞാൻ ശങ്കർഭായിയോട് എല്ലാം പറയട്ടെ. എന്താ, നിങ്ങളുടെ ഏട്ടത്തി എൻ്റെ ഒപ്പം കഴിഞ്ഞതാണ് എന്നറിഞ്ഞാൽ ശങ്കർഭായി അറിഞ്ഞാൽ തന്നെ പറയേണ്ട കാര്യമുണ്ടോ? ആദർശ് ബ്രോയുടെ പെങ്ങളെ ഉണ്ടല്ലോ വെട്ട് നുറുക്കി പാർട്സ് ആക്കിയിട്ട് അയാൾ എറിഞ്ഞ് കാണിച്ചു തരും. എന്നെക്കൊണ്ട് അത് ചെയ്യിപ്പിക്കണോ ബ്രോ എന്ന് ചോദിച്ചു. അപ്പോൾ ആദർശ് ഇങ്ങനെ വിട്ട് നിൽക്കുക കേട്ടോ. മര്യാദയ്ക്ക് ആരതി എനിക്ക് കെട്ടിച്ചു തന്നാൽ അത് ഗൗരി സുഖമായിട്ട് ജീവിക്കാം, ഇല്ല എങ്കിൽ ഗൗരിയുടെ ജീവിതം ഞാൻ കോളം തോണ്ടും എന്ന് പറഞ്ഞു. ഒന്നും നോക്കിയില്ല, ഒരൊറ്റ അടി അങ്ങ് വെച്ച് കൊടുത്തു കേട്ടോ അവനിട്ട്. അപ്പോൾ ഢാ എന്ന് വിളിച്ച് ആദർശം അത്ര നേരം ക്ഷമിച്ചു വന്നു. എന്നിട്ട് ഇവന്മാർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കയ്യാങ്കളിയായി. അപ്പോൾ ഇവൻ്റെ ആ സ്റ്റിക്കുണ്ടല്ലോ, ആ സ്റ്റിക്ക് അടിച്ച് തെറിപ്പിച്ച് കളഞ്ഞു ധ്രുവൻ. അപ്പോഴാണ് ശ്യാം സാറ് ഇത് കണ്ടുവരുന്നത്. അപ്പോൾ ഇവൻ എന്നായെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ആദർശ് സൈക്കിൾ ചെയിനുമായിട്ടാണ് വന്നത്. ഇവനെ തീർത്ത് കളയാം, ഇവനെ ഒരിക്കലും വിടാനും തന്നെ ഉദ്ദേശിച്ചിട്ടേ ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഇവന്മാർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും അടിയും പിടിയുമായി നമ്മുടെ ധ്രുവനെ എടുത്തിട്ട് അടിക്കുന്നുണ്ട് കേട്ടോ. അവസാനം ധ്രുവൻ്റെ കയ്യിലും കോട്ട് കിട്ടി. അപ്പോൾ ധ്രുവൻ എന്ത് ചെയ്തെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നേരെ കയ്യിൽ കുടുങ്ങിയ ചെയിന് ആദർശിൻ്റെ കഴുത്തിനിട്ട് പിടിക്കുകയാണ്. അപ്പോഴത്തേനും പെട്ടെന്ന് തന്നെ ശ്യാം സാർ ഇത് കണ്ടിട്ട് എടാ വിടരാ ആദർശേ എന്ന് വിളിച്ചുകൊണ്ടാ ഓടി വരുന്നത്. അപ്പോൾ അവിടെ വന്നിട്ട് വിടറാ, എൻ്റെ മോനെ വിടറാ എന്ന് പറഞ്ഞപ്പോഴത്തേനും പയ്യ വന്ന് തട്ടിപ്പോഴത്തേനും നമ്മുടെ ശ്യാം സാർ നിലത്തേക്ക് വീണു. അച്ഛാ എഴുന്നേക്ക് അച്ഛാ എഴുന്നേറ്റ് പോ എന്ന് പറഞ്ഞു ആദർശ്. അപ്പോൾ എടാ നീ വിടാൻ, ധ്രുവ വിടാനല്ലേ പറഞ്ഞത്? ആദർശിനെ വിട, അവനെ ഒന്നും ചെയ്യരുതെന്നാണ് പറഞ്ഞത്. അതെ, അവനെ വിടാനല്ലേ നിന്നോട് പറഞ്ഞത്. എടോ പ്രൊഫസറെ, ഇവൻ എൻ്റെ കൈ കൊണ്ട് തീരും എന്ന് പറഞ്ഞു. എടാ നീ ആദർശനെ വിട, നിനക്ക് എന്താ വേണ്ടത്? നിനക്ക് വേണ്ടത് ഞാൻ തരാം, എത്ര പണം വേണമെങ്കിലും ഞാൻ തരാം എന്ന് പറഞ്ഞു. വിടാനല്ലേ നിന്നോട് പറഞ്ഞത്. പകരം വീട്ടണം, എനിക്ക് പകരം വീട്ടണം, എനിക്ക് എല്ലാ അപമാനത്തിനും പകരം വീട്ടി കണക്ക് ചോദിക്കണം എന്ന് പറഞ്ഞു. നീ എന്താടാ കാണിക്കുന്നത്? വിടറ ആദർശനെ എന്ന് പറഞ്ഞു. പ്രൊഫസർ സാറേ, ഞാൻ പറഞ്ഞത് മനസ്സിലായില്ലേ? പണവും വേണം, ആരതിയും വേണം. തൻ്റെ മകള് ആ ഗൗരി ഉണ്ടല്ലോ, അവളെൻ്റെ ചെകിടത്തടിച്ചു. എന്നിട്ട് എന്നെ കൊണ്ട് അവൾ മാപ്പ് പറയിപ്പിച്ച് അവളെ ആ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്തിട്ട് വൈറലാക്കി. എന്നിട്ട് എൻ്റെ അഭിമാനം നഷ്ടപ്പെടുത്തി അവള്. ഇതിനൊക്കെ എനിക്കുള്ളതെല്ലാം നഷ്ടപ്പെടുത്തി. ഇനി ഞാൻ ആരതി വിവാഹം കഴിക്കുന്നത് ഗൗരിയോട് പകരം വീട്ടാൻ വേണ്ടി മാത്രമാണോ? എനിക്ക് അവളെ ഉപയോഗിച്ച് ഗൗരിയെ ജയിച്ചേ എനിക്ക് പറ്റൂ, എനിക്ക് അതിനെ സമ്മതിച്ചേ പറ്റൂ എന്ന് പറഞ്ഞു. പ്രൊഫസറെ, അല്ലെങ്കിൽ നിങ്ങളുടെ മകൻ ഇപ്പം നിങ്ങളുടെ മകന് മുന്നിൽ മരിച്ചു വീഴും എന്ന് പറഞ്ഞു. എൻ്റെ മോനെ ഒന്നും ചെയ്യരുത്, നീ പറയുന്നത് എന്ത് വേണേലും അനുസരിക്കാം, എൻ്റെ മോനെ വെറുതെ വിട എന്ന് പറഞ്ഞു. അതെ, ഞാൻ എൻ്റെ അപേക്ഷ വിടു ധ്രുവ എന്ന് പറഞ്ഞു. അച്ഛാ, ഒരു ഡിമാൻഡും അംഗീകരിക്കരുത് എന്ന് പറഞ്ഞു ആദർശം. അവസാനം ആദർശം എന്ത് ചെയ്യുന്നു ചോദിച്ചാൽ ഇവരെ പിടിച്ച് വലിച്ച് കഴുത്തിന് പിടിച്ചു മുന്നോട്ട് വിടുകയാണ്. അപ്പോഴത്തേനും എന്നിട്ട് കഴുത്തിലേക്ക് കെട്ടഴിച്ചു കേട്ടോ. എൻ്റെ ശിവാനി എനിക്ക് നഷ്ടപ്പെടുത്തിയത് നിങ്ങളുടെ ഗൗരി ഒറ്റയൊരുത്തിയാ. ആരതിയെ മര്യാദയ്ക്ക് എനിക്ക് കെട്ടിച്ചു തന്നാൽ നിങ്ങൾക്ക് കൊള്ളാം, ഇല്ലെങ്കിലുണ്ടല്ലോ അല്ലെങ്കിൽ ഞാൻ അവളെ കൊണ്ടുപോകും എന്ന് പറഞ്ഞു. ആദർശേ വേണ്ട എന്ന് പറഞ്ഞു. അപ്പോഴത്തേനും അച്ഛാ, ഇവൻ ജീവനോട് ഇരുന്നാൽ എൻ്റെ പെങ്ങന്മാരെ സമാധാനത്തോട് ജീവിക്കാൻ ഇവൻ സമ്മതിക്കില്ല അച്ഛാ എന്ന് പറഞ്ഞു. ആദർശ് ഇനി ഇവ വേണ്ട എന്ന് പറഞ്ഞ് ആദർശ് ഫ്രണ്ടോട്ട് ചെല്ലുകയാണ്. അപ്പോഴത്തേനും ഈ ധ്രുവൻ എന്ത് ചെയ്യുന്നു ചോദിച്ചിട്ടുണ്ടെങ്കിൽ കാലെടുത്ത് നേരെ പോയി ബാക്കോട്ട് വെച്ചു. അപ്പോൾ നേരെ കുഴിയിലേക്കാണ് കേട്ടോ പോണത്. അപ്പോൾ ഇവന്മാർ രണ്ടുപേരുടെ ഒരുത്തരെ കയ്യെ പിടിച്ചിട്ടുണ്ട്. ആദർശ് കയ്യെ കയറി പിടിച്ചോ. അയ്യോ പ്രൊഫസറെ, എന്നെ ഒന്ന് രക്ഷിക്കും പ്രൊഫസറെ എന്ന് പറഞ്ഞുകൊണ്ട് ധ്രുവൻ ഇങ്ങനെ കിടന്ന് കരയാണ്. അപ്പോൾ ആദർശ് കൈക്ക് കയറി പിടിക്കുകയും ചെയ്തു കേട്ടോ. അപ്പോൾ പാറയിലാണ്. അപ്പോൾ ഒരു കൊക്കയുടെ ഇതിൽ അങ്ങോട്ടും ഇങ്ങോട്ടും രണ്ടുപേരോട് ഇങ്ങനെ നിൽക്കുകയാണ്. പിന്നെ കാണുന്നത് നമ്മുടെ ഗൗരീനെയാണ്. ആളാകെ സങ്കടത്തിലാണ്. ഇറങ്ങി വന്നു. ഗൗരി, നിനക്ക് എന്താ പറ്റിയത് എന്ന് ചോദിച്ചോ. ഒന്നുമില്ല.
അപ്പോൾ പെട്ടെന്ന് തന്നെ വേഗം തന്നെ ഗൗരി എഴുന്നേറ്റ് പോകാൻ തുടങ്ങുകയാണ്. നീ ഇങ്ങോട്ട് ഈ വാലുമേ തീ പിടിച്ച പോലെ പോണത്? നീ ഇവിടെ ഇരിക്കും ഗൗരിയെ. അല്ല ശങ്കർ, എനിക്ക് കുറച്ചുകൂടി ജോലി ബാക്കിയുണ്ട്. ഇനി എന്തിട്ടാ ജോലി? ഇവിടുത്തെ ജോലിയെല്ലാം കഴിഞ്ഞില്ലേ? എല്ലാവരും ആഹാരം കഴിച്ച് കിടക്കുകയും ചെയ്തു. ഇനി എന്തിട്ടാ ജോലി? അത് പെണ്ണുങ്ങളെക്കുറിച്ച് ശങ്കറിനെ അറിയാത്തത് കൊണ്ടാണ്. എല്ലാവരും ആഹാരം കഴിച്ചു കഴിഞ്ഞാലേ പെണ്ണുങ്ങളുടെ ജോലികളൊന്നും കഴിയില്ല കേട്ടോ. പിന്നെ പാത്രങ്ങളൊക്കെ കഴുകി വെച്ച് അടുക്കളയൊക്കെ തൂത്ത് തുടച്ച് വൃത്തിയാക്കി കഴിയുമ്പോഴേ അവരുടെ ജോലി കഴിയൂ എന്ന് പറഞ്ഞു. ഓ, സമ്മതിച്ചോ? എനിക്കറിയില്ലായിരുന്നു കേട്ടോ. നീ പോയിക്കോ. പക്ഷെ ഒരു കാര്യമുണ്ട് കേട്ടോ. എന്നിട്ടാ കാര്യമൊന്നും നീ പറഞ്ഞിട്ട് വേണം കേട്ടോ പോകാനായിട്ട്. എന്തിനാ നീ ഇങ്ങനെ ടെൻഷൻ അടിക്കുന്നത്? എന്തിനാന്ന് ചോദിച്ചാൽ അതിൻ്റെ കാരണം എനിക്കറിയില്ല. അതെന്താ ഇപ്പം അങ്ങനെ? എൻ്റെ മനസ്സിൽ എന്തോ ഒരു പേടി തോന്നുക. പേടിയോ? ഞാനുള്ളപ്പോഴോ? ഞാൻ കൂടെയുള്ളപ്പോൾ എന്തിനാ ഗൗരിയെ നീ പേടിക്കണത്? പറ, നീ ആരെയാ ഈ പേടിക്കുന്നത്? നിൻ്റെ മനസ്സിൽ എന്താന്ന് വെച്ചാൽ നീ അത് തുറന്നു പറയേ. ശങ്കർ, എനിക്കറിയില്ല ശങ്കർ. പക്ഷെ ആർക്കോ എന്തോ ഒരാപത്ത് വരാൻ പോകുന്നത് പോലെ എനിക്ക് എൻ്റെ മനസ്സിന് പറയുന്നു എന്ന് പറഞ്ഞു. എന്താണെന്നറിയില്ല, പക്ഷെ എനിക്കിത് മുമ്പ് ചിലപ്പോഴൊക്കെ തോന്നിയിട്ടുണ്ട് കേട്ടോ. അപ്പോഴൊക്കെ എന്തെങ്കിലും ഒരു ട്രാജഡി എൻ്റെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുമുണ്ട്. ആണ് നമ്മുടെ ധ്രുവനെയും ആദർശനെയാണ്. അപ്പം നമ്മുടെ ശ്യാം സാറും ഉണ്ട് കേട്ടോ. അയ്യോ, എനിക്ക് ആരതയും വേണ്ട, എനിക്ക് പണം മതി, എന്നെ ഒന്ന് രക്ഷിക്കുക എന്ന് പറഞ്ഞു കേട്ടോ. കയറി വാടാ എന്ന് പറഞ്ഞാൽ ആദർശ് കൈക്ക് പിടിച്ചിരിക്കുകയാണ്. അപ്പം ശ്യാം സാറ് നേരെ ചെന്നിട്ട് എങ്ങനെയെങ്കിലും ആ സ്റ്റിക്ക് എടുത്തോണ്ട് കയ്യിലെടുത്തോണ്ട് വരികയാണ് കേട്ടോ. അപ്പോൾ വലിച്ചു കയറ്റുക എന്ന് പറഞ്ഞാൽ ആദർശനെ ഇങ്ങനെ കൈ പിടിച്ചിരിക്കുകയാണ് ധ്രുവൻ. കൈ വിട്ടാൽ നേരെ ധ്രുവൻ ചെല്ലുന്നത് നേരെ കൊക്കയിലേക്കാണ് കേട്ടോ. അപ്പോൾ ശ്യാം സാറ് ആദർശ് കൊണ്ട് ആ സ്റ്റിക്ക് ഉണ്ടല്ലോ അതും എടുത്തുകൊണ്ട് പതുക്കെ അങ്ങോട്ടേക്ക് വരിക. അയ്യോ, എനിക്ക് ആരതയും വേണ്ട, പണവും വേണ്ട, എൻ്റെ ജീവനൊന്ന് രക്ഷിച്ചു മാത്രം മതി. ഇനി ഞാൻ ആർക്കും ഒരു ശല്യം ഉണ്ടാക്കില്ല എന്ന് പറഞ്ഞു. പ്ലീസ് ആദർശ്, എന്നെ ഒന്ന് രക്ഷിക്കുക എന്ന് പറഞ്ഞു. അയ്യോ, എങ്ങനെയെങ്കിലും രക്ഷിക്കുക, വിടല്ലേ ആദർശ, വിടല്ലേ, അയ്യോ എങ്ങനെയെങ്കിലും രക്ഷിക്കുക, എനിക്ക് ഒരു പ്രൊഫസർ എന്നെ ഒന്ന് രക്ഷിക്കുക എന്ന് പറഞ്ഞു. എങ്ങനെയെങ്കിലും രക്ഷിക്കുക എന്ന് പറഞ്ഞു. അപ്പോൾ ഇതിൽ പിടിച്ചോ എന്ന് പറഞ്ഞുകൊണ്ട് വേഗം ഒരു സ്റ്റിക്ക് നീട്ടി കൊടുത്തു കേട്ടോ. അപ്പോൾ നമ്മുടെ പ്രൊഫസർ അപ്പോൾ സ്റ്റിക്ക് നീട്ടി കൊടുത്തപ്പോഴത്തേനും സ്റ്റിക്ക് കയ്യിൽ നിന്ന് അങ്ങ് വിട്ടുപോവാണ്. നേരെ ധ്രുവൻ താഴോട്ട് അങ്ങ് ഉരുണ്ടു പോയി കേട്ടോ. അപ്പം ഇവർ ആകെ ഇതായിപ്പോയി. ആദർശയുടെ കയ്യും വിട്ടുപോയി. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല. അപ്പോൾ ആകെ ധർമ്മസങ്കടത്തിലായി അച്ഛനും മോനും. ഞാൻ എന്താ ഈ ചെയ്തത് എന്ന് ചോദിച്ച പ്രൊഫസർ, ഞാൻ കാരണമാ അവൻ മരിച്ചത് എന്ന് പറയുന്നു. അച്ഛാ, ഒരിക്കലുമല്ല, അത് അവൻ്റെ വിധി അച്ഛാ. അവനെ രക്ഷിക്കാനാണ് ശ്രമിച്ചത്, നമ്മളായിട്ട് അവനെ ഒന്നും ചെയ്തിട്ടില്ല. അവൻ കാല് തെറ്റി വീണു പോയതല്ലേ, അതവൻ്റെ വിധിയ എന്ന് പറഞ്ഞു. അപ്പോൾ ആദർശ ചാടി എഴുന്നേക്കാണ്. അപ്പോൾ ആദർശിൻ്റെ കൈയൊക്കെ മുറിഞ്ഞു, ആകെ ഇതേ ബ്ലഡൊക്കെ ഒഴുകുന്നുണ്ട് കേട്ടോ. അച്ഛൻ എഴുന്നേക്കച്ചാ എന്ന് പറഞ്ഞു. അപ്പോൾ അച്ഛനെ പിടിച്ച് നേരെ ശ്യാം സാറിനെ പിടിച്ച് എഴുന്നേൽക്കാണ് ഇവർ. വാച്ചാ, നമുക്ക് പോവാം എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ശ്യാം സാറിനെയും കൂട്ടിക്കൊണ്ട് ആദർശ് നേരെ വീട്ടിലേക്ക് പോവാണ്. ഈ നടന്ന കാര്യങ്ങളൊന്നും വീട്ടിൽ ആരോടും ഒരു കാരണവശാലും പറയാൻ പാടില്ല. പിന്നെ നമ്മൾ ആരും ധ്രുവനെ കണ്ടിട്ടുമില്ല, ഒന്നും സംഭവിച്ചിട്ടുമില്ല. അച്ഛൻ വാന്നേ എന്ന് പറഞ്ഞുകൊണ്ട് നേരെ ശ്യാം സാറിനെയും കൂട്ടിക്കൊണ്ട് ആദർശ് നേരെ വീട്ടിലേക്ക് പോവാണ് കേട്ടോ. അപ്പോൾ ഇവർ വീട്ടിൽ ആകെ നന്ദിനിയമ്മയൊക്കെ പേടിച്ചിരിക്കുകയാണ്. പിന്നെ കാണുന്നത് നമ്മുടെ ചാരങ്ങാട്ടിലാണ് കേട്ടോ. അപ്പോൾ ചാരങ്ങാട്ട് വീട് അവിടെയുണ്ട് നമ്മുടെ ഗൗരിയും അവിടുത്തെ ജോലിക്കാരിയും ഒക്കെ കൂടി ഇത് വൃത്തിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഗൗരി ഇങ്ങനെ തൂത്ത് തുടച്ചിരിക്കുമ്പോഴത്തേനും നമ്മുടെ രാധ അങ്ങ് വരികയാണ്. ഗൗരി, നീ എന്താ ഇതൊക്കെ ചെയ്യുന്നത്? ഇതൊക്കെ എന്തിനാ നീ ചെയ്യണത്? ഇതൊക്കെ ഞാൻ ചെയ്തോളാം. വേണ്ടമ്മേ, ഞാൻ തന്നെ ചെയ്തോളാം എന്ന് പറഞ്ഞ് മുമ്പും ജോലിയെല്ലാം കഴിഞ്ഞിട്ട് അടുക്കള തൂത്ത് തുടച്ച് വൃത്തിയാക്കുന്നത് ഈ ഞാൻ തന്നെയായിരുന്നല്ലോ. അന്ന് നീ വെറും ഗൗരി ആയിരുന്നല്ലോ. പക്ഷേ അപ്പം അതൊക്കെ ചെയ്തത് കൊണ്ട് കുഴപ്പമൊന്നുമില്ലായിരുന്നു. ഇന്നങ്ങനെയാണോ? അതിന് അന്നും ഇന്നും തമ്മിൽ എനിക്കെന്താമേ വ്യത്യാസം? ഒരുപാട് മാറ്റങ്ങൾ വന്നല്ലോ. ഇപ്പം നീ ഈ കുടുംബത്തിലെ മഹാറാണിയല്ലേ എന്ന് ചോദിച്ചു. അപ്പോൾ ഗൗരി ഇങ്ങനെ മിണ്ടാതെ നിൽക്കാം. വേണിമോളുടെ അച്ഛൻ പോലും നിന്നെ തലയിലെടുത്തോണ്ടല്ലേ നടക്കുന്നത്, പിന്നെ എങ്ങനെയാ? അങ്ങനെയുള്ളപ്പോൾ നീ അടുക്കള ജോലിയൊക്കെ ചെയ്യുന്നത് മോശമല്ലേ ഗൗരിയെ എന്ന് ചോദിച്ചു. അപ്പോൾ ഗൗരിക്കിട്ട് കളിയാക്കുന്നതെന്ന് മനസ്സിലായി. അപ്പോൾ എന്നുകൊണ്ട് രാധ പറയണം, മഹാറാണി റൂമിലേക്ക് പോയിക്കോ. അയ്യോ, ഇവിടുത്തെ കാര്യങ്ങൾ ഞാൻ തന്നെ ചെയ്തോളാം എന്ന് പറഞ്ഞു. നീ ഇങ്ങത്താ എന്ന് പറഞ്ഞു. അപ്പോൾ വേണ്ടമ്മേ, ഇത് എന്തിനാമ്മേ ഇങ്ങനെയൊക്കെ പറയണത് എന്ന് ചോദിച്ചു. ഇത് എൻ്റെയും വീടല്ലേ, അപ്പോൾ പിന്നെ ഇവിടുത്തെ ജോലികൾ ചെയ്യേണ്ടത് ഈ ഞാൻ തന്നെയല്ലേ, ഞാൻ തന്നെ ചെയ്തോളാം എന്ന് പറഞ്ഞു. നീ ഇങ്ങ് തന്നേ എന്ന് പറഞ്ഞ് ഇവർ രണ്ടുപേരുടെ ഒരു തുണി കഷ്ണത്തിന് വേണ്ടിയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പിടിക്കുകയാണ്. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ക്ലീൻ ചെയ്തുകൊണ്ടിരുന്ന ആ തുണിയാണ് കേട്ടോ. അപ്പോൾ ഇവർ അമ്മ ഇങ്ങ് താ എന്ന് പറഞ്ഞു. അമ്മേ, ഞാൻ ചെയ്തോളാം എന്ന് പറഞ്ഞ ഗൗരിയും വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് നേരെ രാധയും തരാനല്ലേ പറഞ്ഞത്. അപ്പോൾ ഇവർ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും വലിച്ച് അവിടെ വച്ചിരുന്ന ഉപ്പ് പാത്രം തട്ടി നേരെ താഴേക്ക് ചാടിച്ചു. അപ്പോഴത്തേനും ആശ്വാസമായിട്ട് രണ്ടുപേർക്കും. നീ എന്താ ഈ ചെയ്തത് എന്ന് ചോദിച്ചു.
അമ്മേ അത് പിന്നെ കൈ തട്ടി അറിയാതെ വീണതാ എന്ന് പറഞ്ഞു. അപ്പോഴേക്ക് പിന്നെ പറയണ്ടല്ലോ, ഉപ്പുപാത്രം തന്നെ വീണ് പൊട്ടി. എന്തോ ഒരു നാശം ഉണ്ടാവാനായിട്ടാണ് സംഭവിക്കാനായി പോണത്. എൻ്റെ ഈശ്വര, ഇനി എന്താണാവോ വരാൻ പോണത്. എൻ്റെ സ്വസ്ഥത കളഞ്ഞപ്പോൾ നിനക്ക് സന്തോഷമായല്ലോ അല്ലേ ഗൗരിയെ എന്ന് ചോദിച്ചു. നിന്റെ കൈ തൊട്ടാല് അത് ഈ കുടുംബത്തിന് അനർത്ഥമാണെന്ന് ഇപ്പം നിനക്ക് മനസ്സിലായല്ലോ. അവൻ്റെ ജോലിക്കാരി അങ്ങോട്ടേക്ക് വന്നു. അവർ വന്നിട്ട്, അയ്യോ കൊച്ചമ്മയ്ക്ക് ഇതിൻ്റെ ശാസ്ത്രം അറിയാഞ്ഞിട്ടാ. ശാസ്ത്രം വെച്ച് പറയുകയാണെങ്കിൽ ഈ ഉപ്പ് കുപ്പി തട്ടി വീണത് നമ്മുടെ ഗൗരിയുടെ കയ്യിൽ നിന്നല്ലേ. അപ്പോൾ അനർത്ഥം ഉണ്ടാകാൻ പോണത് ഇത് ഈ മേഡത്തിൻ്റെ കുടുംബത്തിനാണ്, അല്ലാതെ നമ്മുടെ ഈ കുടുംബത്തിനല്ല. ഈ കുടുംബത്തിന് ഒന്നും സംഭവിക്കില്ല. അപ്പോൾ ഭയങ്കര സന്തോഷമായി നമ്മുടെ രാധാമണി തങ്കച്ചിക്ക്. അങ്ങനെ പറഞ്ഞു കേട്ടപ്പോൾ ശരിയാ, അതങ്ങനെ സംഭവിക്കുള്ളൂ എന്നൊരു തോന്നല്. ഒന്നാമത് പേടിച്ചിരിക്കുകയായിരുന്നു ഗൗരി, എന്തോ സംഭവിക്കുമെന്ന് ഓർത്ത്. അപ്പോൾ ഗൗരിയുടെ മനസ്സിൽ വീണ്ടും ആകെ ഒരു ആദ്യം വെപ്രാളവും കയറി കേട്ടോ. പിന്നെ കാണുന്നത് നമ്മുടെ ശംസാറിൻ്റെ വീട്ടിലാണ്. അപ്പോൾ നമ്മുടെ നന്ദിനി അമ്മയും മുത്തശ്ശിയുണ്ട്, ആരതിയുണ്ട്. അപ്പോൾ ആരതി ഫോൺ വിളിക്കുകയാണ്. ആദർശേൻ്റെ ഫോൺ സ്വിച്ച് ഓഫ് എന്നാണ് പറയേണ്ടത്. ശ്യാമിനെ ഒന്ന് വിളിച്ച് നോക്കാൻ. എൻ്റെ പൊന്നു മുത്തശ്ശി, അച്ഛനെ പല തവണ വിളിച്ചു, പക്ഷേ ഫോൺ റിങ് ചെയ്യുന്നുണ്ട്, പക്ഷേ അച്ഛൻ എടുക്കുന്നില്ല എന്ന് പറഞ്ഞു. ഇനിയിപ്പോൾ എന്താ എടുക്കുക? ഇവർ രണ്ടുപേരും ഈ പെരുമഴയത്ത് എവിടെ പോയി? അപ്പോൾ ഭയങ്കര മഴ ഇടി നടക്കുക കേട്ടോ. നന്ദിനി, ശ്യാമ നിന്നോട് എന്താ പറഞ്ഞത്? അത്യാവശ്യമായിട്ട് ആരോ എന്താ കാണാനുണ്ടെന്ന് മാത്രമേ പറഞ്ഞുള്ളൂ. പിന്നെ എന്ന് ചോദിച്ചു. പിന്നെന്താ? ഒന്നുമില്ലമ്മേ, പിന്നെ ഒന്നുമില്ല എന്ന് പറഞ്ഞു. അല്ല, ശ്യാം നിന്നോട് വേറെ ഒന്നും പറഞ്ഞില്ലായിരുന്നോ നന്ദിനി എന്ന് ചോദിച്ചു. അപ്പം നമ്മുടെ വേണി അങ്ങോട്ടേക്ക് പോവാ. അപ്പം വേണി, ആദർശ് എവിടേക്കാണ് പോയത് എന്ന് ചോദിച്ചു മുത്തശ്ശി. എൻ്റെ പൊന്നു മുത്തശ്ശി, എവിടേക്കെങ്കിലും പോകുമ്പോൾ എന്നോട് പറഞ്ഞിട്ട് പോയാലല്ലേ ആരെങ്കിലും ചോദിക്കുമ്പോൾ സ്ഥലം പറയാൻ പറ്റുള്ളൂ. സാധാരണ ഭാര്യമാരോട് പറയാതെ ഭർത്താക്കന്മാർ ഒരു സ്ഥലത്തേക്ക് പോവാറില്ല കേട്ടോ. അതാ ശീലം. അങ്ങനെ ആ റൊട്ടിക്കിടാവിനോട് ഇങ്ങോട്ടേക്ക് വരുമ്പം ഈ കാര്യം പറഞ്ഞൊന്ന് മനസ്സിലാക്കിക്കൊട്, നന്നാവുന്നെങ്കിൽ ഒന്ന് നന്നാവട്ടെ എന്ന് പറഞ്ഞു. അപ്പോൾ അത് ആരതി ഇങ്ങനെ ഫോൺ വിളിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. എന്നിട്ട് ആരതി കിട്ടാതായപ്പം ഒരു രക്ഷയില്ല. എത്ര തവണ വിളിച്ചു, അച്ഛൻ ഇതുവരെ ഫോൺ എടുത്തിട്ടില്ല എന്ന് പറഞ്ഞു. ഇത്രയും വിളിച്ചിട്ടും ശ്യാമേട്ടന് എന്താ ഫോൺ എടുക്കാത്തത് എന്ന് ഓർത്തോണ്ട് വേഗം തന്നെ നന്ദിനി എനിക്കെന്തോ പേടി തോന്നുന്നു എന്ന് പറഞ്ഞു. അപ്പം തന്നെ നമ്മുടെ വേണിയാണെങ്കിൽ പൊട്ടിച്ചിരിക്കാട്ടോ. അപ്പം എൻ്റെ പൊന്നോ, എന്തുട്ടാ ഇതിനൊക്കെ പറയാ? നിങ്ങളുടെയൊക്കെ ടെൻഷനും വെപ്രാളവും കണ്ടാലേ എന്തുട്ടാ തോന്നുന്നതെന്നറിയാവോ? നമ്മുടെ പ്രൊഫസർ ആദർശേട്ടനെ പാൽക്കുപ്പി പിള്ളേരാന്നാ തോന്നുന്നത്. എന്താ ഇത് എന്ന് ചോദിച്ചു. അപ്പം ഇവരാകെ ടെൻഷൻ അടിച്ചിരിക്കുക. അവരെവിടെയെങ്കിലും സ്വസ്ഥമായിട്ട് ഇരിക്കുന്നുണ്ടാവൂന്നേ. നിങ്ങൾ വെറുതേക്ക് വീട്ടിലേക്ക് വരണമെന്ന് തോന്നുമ്പം അവരെത്തിക്കോളും. നിങ്ങൾ എന്തിനാ ഇങ്ങനെ ടെൻഷൻ അടിക്കുന്നത് എന്ന് ചോദിച്ചു. നന്ദിനി അമ്മേ, അവർ വരുമ്പോൾ വരട്ടെ, എനിക്ക് നല്ലോണം വിശക്കുന്നുണ്ട് കേട്ടോ, നമുക്ക് ഫുഡ് കഴിച്ചാലോ എന്ന് ചോദിച്ചു. അപ്പോൾ ഇവരിങ്ങനെ സംസാരിച്ചുകൊണ്ടിരുന്ന സമയത്താണ് നമ്മുടെ ആദർശും അതുപോലെ തന്നെ ശ്യാം സാറോടെ വരുന്നത്. അപ്പോൾ ഇവർ രണ്ടുപേരും നനഞ്ഞ് കുളിച്ച് ആകെ ഇതായിട്ടാട്ടോ. അപ്പോൾ ശ്യാമേട്ടാ എവിടെയായിരുന്നു? എത്ര തവണ ഞങ്ങളെ വിളിച്ചോ, എന്താ ഫോൺ എടുക്കാതിരുന്നത് എന്ന് ചോദിച്ചു. ആദർശേ, ഇതെന്താണ് ഇങ്ങനെ? നീ എവിടെയെങ്കിലും പോകുമ്പോൾ നീ വേണിയോടൊന്ന് പറഞ്ഞിട്ട് പോയിക്കൂടെ എന്ന് ചോദിച്ചു നന്ദിനിയമ്മ. ദേ മനുഷ്യ, ഞാൻ ചോദിച്ചു കേട്ടില്ലേ, നിങ്ങൾ എന്തൊട്ടിനാ ഈ ഫോൺ സ്വിച്ച് ഓഫ് ആക്കി വെച്ചിരിക്കണത്? വല്ല ചുറ്റിക്കളിക്കാൻ പോയിട്ട് വന്നതാണോ എന്ന് ചോദിച്ചു. രണ്ടുപേരും പോയി വന്ന് ഡ്രസ്സ് മാറ എന്ന് പറഞ്ഞു. അപ്പോൾ ആദർശ് പോകാൻ തുടങ്ങിയപ്പം ആദർശിൻ്റെ കയ്യിലെ മുറിവ് കണ്ടോ. മോനെ, ഇതെന്താ, നിന്റെ കൈക്ക് എന്ത് പറ്റി എന്ന് ചോദിച്ചു. അപ്പം ആകെ പെട്ടു കേട്ടോ. അയ്യോ, നല്ല മുറിവുണ്ടല്ലോ എന്ന് ആരതി പറഞ്ഞു. നീ വെറുതെ എല്ലാവരെയും പേടിപ്പിക്കാതിരിക്കുമെന്നേ, അത്രയ്ക്കൊന്നുമില്ല എന്ന് പറഞ്ഞു. ആരതി, നീ ഒരു കാര്യം ചെയ്യുക, നീ പോയി ആ ഓയിൽമെൻറ്റ് ഇങ്ങ് എടുത്തിട്ട് വാ, മുറിവ് കെട്ടാനുള്ള തുണി ഇങ്ങ് എടുത്തുകൊണ്ട് വാ എന്ന് പറഞ്ഞു. അപ്പോൾ ആരതി വേഗം താഴേക്ക് ഇറങ്ങിപ്പോവാണ്. അപ്പോൾ വേണി അങ്ങോട്ടേക്ക് വന്നിട്ട്, നിങ്ങളുടെ കൈ ഇതെങ്ങനെയാണ് മനുഷ്യൻ മുറിഞ്ഞത്, എന്താ സംഭവിച്ചത് എന്ന് ചോദിച്ചു. അപ്പോൾ ഇവർ നിൽക്കുക. ആദർശേ, നിന്നോട് വേണി ചോദിച്ച് കേട്ടില്ലേ, നിന്റെ കൈക്ക് എന്താ പറ്റിയത് എന്ന് ചോദിച്ചു. അപ്പോൾ ഒന്നും മിണ്ടാതെ ഇങ്ങനെ നിൽക്കുകയാണ് അച്ഛനും മോനൂടെ. അപ്പോൾ അത് പിന്നെ ചെറിയൊരു ആക്സിഡൻറ്റ് പറ്റിയതാ എന്നുടനെ ശ്യാം സാർ പറയാം. ആക്സിഡൻറ്റോ? എൻ്റെ ഈശ്വര, ഇതെവിടെ വെച്ചായിരുന്നു എന്ന് മുത്തശ്ശി ഉടനെ ചോദിച്ചു. മുത്തശ്ശി ചോദിച്ചത് കേട്ടില്ലേ എന്ന് ചോദിച്ചു വേണി. എവിടെ വെച്ചാ നിങ്ങൾക്ക് ആക്സിഡൻ്റ് ആയത്? അതത്ര വലുതൊന്നും ആയിരുന്നില്ലെന്നേ. അതെ, നല്ല മഴയായിരുന്നല്ലോ, വളവ് തിരിഞ്ഞപ്പോൾ ഒന്ന് സ്കിഡായതാ, അത്രേ ഉള്ളൂ, കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഇവരാകെ വെപ്രാളം പിടിച്ചു. ആരതി ഇതേ മെഡിസിനും മറ്റേ ഇതൊക്കെ എടുത്തുകൊണ്ട് വന്നു കേട്ടോ. അപ്പോൾ കൈ നേരെ വെക്കുക എന്ന് പറഞ്ഞു. അപ്പോൾ ഇതെല്ലാം കഴുകി ഇതെല്ലാം തൂത്തിങ്ങനെ കൊടുക്കുക കേട്ടോ. നിന്നോട് ഞാൻ എത്ര തവണ പറഞ്ഞിട്ടുണ്ട് മോനെ, ശ്രദ്ധിച്ച് വാഹനം ഓടിക്കണമെന്ന്. അയ്യോ അമ്മേ, ഞാൻ ശ്രദ്ധിച്ച് തന്നെയാണ് വണ്ടി ഓടിച്ചത് എന്ന് പറഞ്ഞു. അപ്പോൾ ഇതെല്ലാം തൂത്ത് ഇങ്ങനെ വൃത്തിയാക്കി നന്ദിനി അമ്മ ഓയിൽമെൻറ്റൊക്കെ പുരട്ടി കൊടുക്കുകയാണ്. അപ്പോൾ ഇതെല്ലാം കണ്ടുകൊണ്ട് വേണിമോൾ ഇങ്ങനെ നോക്കി നിൽക്കുക കേട്ടോ. വണ്ടി ഓടിക്കുമ്പം ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നേ, അതൊക്കെ സ്വാഭാവിക എന്ന് പറഞ്ഞു വേണി.
സാരമില്ലെന്നേ, അതൊന്നും ഓർത്ത് ആരും വിഷമിക്കേണ്ട കാര്യമില്ല. എന്തായാലും പ്രൊഫസർ മാതൃശേട്ടനും തിരിച്ചെത്തിയല്ലോ. എനിക്കൊന്ന് ഫുഡ് എടുത്തതാ നന്ദിനിയമ്മേ എന്ന് പറഞ്ഞു. മോളെ ദാ ഈ മരുന്നൊന്ന് വെച്ച് കെട്ടിയിട്ട് ഞാൻ എടുത്തു തരാം എന്ന് പറഞ്ഞു. അപ്പോഴത്തേനും നേരെ മരുന്നൊക്കെ തൂത്ത് കഴിഞ്ഞപ്പോഴത്തേനും വേണി അങ്ങ് വന്നിട്ട് നന്ദിനിയമ്മ ഫുഡ് എടുത്തോ, ഞാനിത് കെട്ടാം എന്ന് പറഞ്ഞ് വേണി കയ്യിലേക്ക് പിടിച്ചു. അല്ലേ വേണ്ട, നന്ദിനിയമ്മ കെട്ടിയാൽ മതി. എന്നോടൊരു ആത്മാർത്ഥതയോ സ്നേഹമോ ഇല്ലാത്ത ആൾക്ക് വേണ്ടിയിട്ട് ഞാനെന്തിനാ കഷ്ടപ്പെടുന്നത്, ഞാനെന്തിനാ അയാളുടെ കാര്യങ്ങൾ ചെയ്തു കൊടുക്കണത് എന്ന് ചോദിച്ച് വേണി പിന്നെയും പുറകോട്ട് തന്നെ നിന്നു. അപ്പം നമ്മുടെ മുത്തശ്ശി പറയാണ്, അതെ സാരമില്ല മോനെ, എന്തോ വലുത് വരാനിരുന്നത് ഇങ്ങനെ വന്ന് തീർന്നോ എന്ന് കരുതിയാൽ മതി. അപ്പം ശ്യാം സാർ ആകെ പേടിച്ച് വരണ്ട് ആകെ വല്ലാതായിപ്പോയി കേട്ടോ. അതെ അമ്മ പറഞ്ഞത് ശരിയാ, നമ്മുടെ കഷ്ടകാലവും ദുരിതവും പ്രയാസവും നമുക്ക് ഇനി ആരിൽ നിന്ന് ഒരു ഉപദ്രവം ഉണ്ടാവില്ല. ശ്യാമേ നീ എന്താ ഇങ്ങനെയൊക്കെ പറയണത് എന്ന് മുത്തശ്ശി ചോദിച്ചു. അല്ല എന്താ, ശ്യാം കാറിലല്ലേ പോയത്, പിന്നെ നീ എങ്ങനെ ഈ നനഞ്ഞത്? അത് ശരിയാണല്ലോ എന്ന് നന്ദിനിയും ചോദിക്കുക. അതെന്താണെന്ന് വെച്ചാൽ അമ്മേ, ഞാനേ പോകുമ്പോഴത്തേനും കാറ് കംപ്ലൈൻ്റ് ആയി. അപ്പം ഞാൻ പുറത്തിറങ്ങിയത് നോക്കിയപ്പോഴത്തേനും നല്ല മഴയായിരുന്നു, അങ്ങനെ നനഞ്ഞതാ. ശരി എന്നാൽ പിന്നെ ഒരു കാര്യം ചെയ്യുക, നിങ്ങൾ പോയി ഡ്രസ്സൊക്കെ മാറിയിട്ട് വാ എന്ന് മുത്തശ്ശി പറഞ്ഞു. എന്നാൽ ഞാൻ ഫുഡ് എടുത്ത് വെക്കാം എന്ന് നന്ദിനി അമ്മയും പറഞ്ഞു കേട്ടോ. അപ്പോഴത്തേനും നമ്മുടെ ശ്യാം സാറ് പറഞ്ഞു, അയ്യോ എനിക്കൊന്നും വേണ്ട എന്ന് പറഞ്ഞു. ഞാനൊന്ന് കിടക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നേരെ ശ്യാം സാറ് അകത്തേക്ക് കയറിപ്പോയി. അപ്പോൾ നിങ്ങൾക്ക് ഫുഡ് വേണ്ടേ? വേണ്ട എന്ന് പറഞ്ഞു. ഞാൻ പുറത്തുനിന്ന് കഴിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് നേരെ ആദർശം അകത്തേക്ക് കയറിപ്പോയി. എന്നിട്ട് നന്ദിനി അമ്മ നേരെ അടുക്കളയിലേക്ക് പോയി. അപ്പോഴത്തേനും മുത്തശ്ശിയും ആരതിയും ആ പുറകിന് തന്നെ പോയി കേട്ടോ. അപ്പോൾ വേണിക്ക് എന്തോ ഒരു സംശയം, എവിടെയോ ഒരു പന്തികേട് വന്നതുപോലെ ഒരു തോന്നൽ കേട്ടോ. അപ്പോൾ വേണിങ്ങനെ ആലോചിക്കുക, പ്രൊഫസറുടെ മുഖത്തെ എന്തോ ഒരു കള്ളത്തരം ഉണ്ടല്ലോ. അത് മാത്രമല്ല എനിക്കിനി തോന്നിയതായിരിക്കുമോ? തോന്നിയതാണോ? എന്താണെങ്കിലും മത്താപ്പിന് എന്തോ ഒരു പ്രശ്നത്തിൽ പെട്ടിട്ടുണ്ടല്ലോ. എൻ്റെ ഈശ്വര, ഇനിയിപ്പോൾ വല്ല മത്താപ്പിൽ ട്രാപ്പിലും വല്ലതും ചെന്ന് ചാടിയോ എന്ന് വേണിക്ക് ഉള്ളിൻ്റെ ഉള്ളിലൊരു പേടിയുണ്ട്. അപ്പോൾ വേണി ഇങ്ങനെ ആലോചിച്ചിങ്ങനെ നിൽക്കുകയാണ്. പിന്നെ കാണുന്നത് നമ്മുടെ ചാരങ്ങാട്ട് വീട്ടിലാണ്. അപ്പോൾ ഗൗരി ഇങ്ങനെ ഭയങ്കര ആലോചനയിലാണ്. അപ്പോൾ ഗൗരിയെ എൻ്റെ ചാർജർ എവിടെ എന്ന് ചോദിച്ച് ശങ്കർ വന്നു. പക്ഷേ ഗൗരി അത് കേട്ടില്ല. ഈ ലോകത്തെങ്ങും അല്ല, പുള്ളി ഒന്ന് ഭയങ്കര ആലോചനയിലാണ്. ഗൗരി തന്നെ ഞാൻ എത്ര തവണയായിട്ട് വിളിക്കുന്നു, എൻ്റെ ചാർജർ എവിടെ എന്ന് ചോദിച്ചു. ഞാൻ കേട്ടില്ല ശങ്കർ, ഓരോന്ന് ആലോചിച്ചിരുന്നത് കൊണ്ട്. എൻ്റെ പൊന്നോ, ഒരു ഉപ്പും കുപ്പി വീണ് നിൻ്റെ കയ്യിൽ നിന്ന് പൊട്ടിയതാണോ ഇത്ര വലിയ ടെൻഷൻ? ശങ്കർ, എൻ്റെ വീട്ടിൽ ആർക്കെങ്കിലും എന്തെങ്കിലും അപകടം സംഭവിക്കുമോ? അതിൻ്റെ അടയാളമാണോ ഞാൻ ഈ കണ്ടത്? എന്തുട്ടാ ഗൗരി ഇത്? നമ്മുടെ ലൈഫിൽ എന്തൊക്കെ സംഭവിക്കുന്നു അടയാളം കാണിച്ചു തരാനായിട്ട് നമ്മുടെ ലൈഫ് എന്തുട്ടാ? വല്ല ത്രില്ലർ സിനിമ വല്ല ആണോ? എന്താ ഗൗരി ഇത്? നീയല്ലേ ഈയിടെ പറഞ്ഞത് സുഡോക്കോ സയൻസോ അതിലൊന്നും വിശ്വാസമില്ലാന്നോ മറ്റോ ഒക്കെ. എൻ്റെ പൊന്നു ഗൗരിയെ, നിനക്ക് നല്ല പഠിത്തമുണ്ട്. ഈ അന്ധവിശ്വാസങ്ങളിലൊന്നും നീ അംഗീകരിക്കാറുമില്ല. ഇപ്പം എന്താ നിനക്കിപ്പോൾ ഇങ്ങനെ മാറ്റം വരാൻ കാരണം? ശങ്കർ, എന്താണെന്നറിയില്ല, രാവിലെ മുതൽ എൻ്റെ മനസ്സ് ശരിയല്ല. എനിക്കെന്തോ എൻ്റെ വീടിനെക്കുറിച്ച് ഓർക്കുമ്പോൾ വല്ലാത്തൊരു ടെൻഷൻ. എനിക്ക് ഓർമ്മ വരുവാ ശങ്കർ എന്ന് പറഞ്ഞു കേട്ടോ. ഓ അതാണോ ഇപ്പം പ്രശ്നം? അച്ഛൻ എന്തെങ്കിലും പറ്റുമോ എന്ന് എനിക്കൊരു പേടി. ഇത്രയുള്ളോ? ഇതിനാണോ നീ വിഷമിച്ചിരിക്കുന്നത്? എൻ്റെ പൊന്നെ ഗൗരിയെ, നമ്മളൊക്കെ ഫ്രണ്ട്സൊക്കെ ആണെന്നൊക്കെ പറഞ്ഞ് ഡയലോഗ് അടിച്ചിട്ട് ഇതെന്നോട് നീ ഒന്ന് തുറന്നു പറയണ്ടേ? ദേ ഒരു കാര്യം പറയട്ടെ, സംഭവം ചെറിയ കാര്യമുള്ളൂന്നേ. ഗൗരിയെ ഇത്രയും പഠിപ്പിച്ച് വലുതാക്കിയത് ആരാ? ശ്യാം സാറല്ലേ? പറയാ. അപ്പം ശ്യാം സാറിനെ കുറിച്ച് ഗൗരിക്ക് ഓർമ്മ വരുന്നത് സ്വാഭാവികമല്ലേ? ഇത്ര ടെൻഷൻ അടിക്കേണ്ട വല്ല കാര്യമുണ്ടോ ഗൗരിയെ എന്ന് ചോദിച്ചു കേട്ടോ. അപ്പോൾ എന്നാലും ഗൗരി ആകെ വിഷമിച്ച് ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ അതോടെയാണ് ഇന്നത്തെ വിശേഷം അവസാനിക്കുന്നത്. ഇനി നാളത്തെ വിശേഷം ഇതിലും ഗംഭീരമാണ്. അപ്പോൾ എല്ലാവരും വെയിറ്റ് ചെയ്യുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. തൊട്ടടുത്ത് ആ ബെൽ ബട്ടൺ കൂടെ ഒന്ന് ഞെക്കുകയാണെങ്കിൽ ഞാൻ ഇടുമ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. പുതുപുത്തൻ വിശേഷമായിട്ട് എത്താം. ബൈ ആൻഡ് സീ യു അഗെയിൻ.